ഇന്ന് വളരെ തിരക്കുള്ളൊരു ദിവസമായിരുന്നു. റിസ്വാൻ്റെ സ്കൂൾ വരെ പോകണമായിരുന്നു, കാരണം അഡ്മിഷന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ 5:20 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോമ്പ് കുറിക്കാനായിട്ട് ഞാനൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ലായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ നോമ്പ് തുറക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇറങ്ങി. താമസിച്ചത് കാരണം നിസ്കാരമൊക്കെ കഴിഞ്ഞ് അടുക്കളയിലേക്ക് കയറിയപ്പോൾ 5:30 മണിയായി. പിന്നെ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി വെള്ളം ഞാൻ തിളപ്പിക്കാനായിട്ട് വെച്ചു. ഈ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് പാകത്തിനുള്ള ഉപ്പും ഇട്ട് ഈ വറുത്ത അരിപ്പൊടി ഇതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഈ ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ ഞാൻ അടുപ്പിൽ വെച്ച് ഈ മാവ് ഒന്ന് ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഇളക്കിയെടുക്കുമ്പം നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ. അടുപ്പത്ത് വെച്ച് തന്നെ ഞാൻ ഇതുപോലെ നന്നായിട്ട് ഇളക്കിയെടുക്കും. ഇടയത്താഴത്തിന് ദോശയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഉഴുന്നും അരിയും വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനിടയിൽ ഞാൻ അതും ഒന്ന് ആട്ടിയെടുക്കുകയാണ്. പിന്നെ ഇടിയപ്പം ആവിയേറ്റാനുള്ള വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചു, അതിൻ്റെ മേൽത്തട്ടും എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സമയം തന്നെ ഞാൻ കഞ്ഞിക്ക് വേണ്ടിയിട്ട് അരി വെള്ളത്തിലിട്ട് വേവിക്കുകയാണ്. അരി നന്നായിട്ട് കഴുകിയെടുത്തിട്ട് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് വേണ്ടിയിട്ട് അടുപ്പത്ത് വെക്കുവാണ്. ഇടിയപ്പത്തിലെ തേങ്ങ ഞാൻ ഫ്രീസറിൽ സൂക്ഷിക്കുകയാണ് പതിവ്. അപ്പോൾ അതെടുത്തിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് ഓയിൽ, ഇതുപോലെ കുറച്ച് വലിപ്പമുള്ള അലുമിനിയം ഫോയിൽ എടുത്തിട്ട് ഞാൻ അതിലേക്ക് ഓയിൽ തടവും. എന്നിട്ട് ഈ തേങ്ങ അവിടെ ആയിട്ട് കുറേശ്ശെ ഇങ്ങനെ വിതറിക്കൊടുക്കും. അപ്പോൾ ഞാൻ വലിയ രീതിയിലാണ് ഇടിയപ്പം ഉണ്ടാക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ എളുപ്പമുണ്ട് കേട്ടോ. കാരണം നമുക്കിതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ എനിക്കിതാണ് ഈസി. പിന്നെ ഇത് ഞാൻ കട്ട് ചെയ്താണ് എല്ലാവർക്കും സെർവ് ചെയ്യുന്നത്. അപ്പം ഈ കുഴച്ച മാവ് ചൂടോടുകൂടി തന്നെ നല്ലതുപോലെ കുഴച്ചതുകൊണ്ട് നല്ല സോഫ്റ്റാണ്. അപ്പം ഇടിയപ്പത്തിൻ്റെ ആ അച്ചിൽ വെച്ചിട്ട് ഞാൻ ഇതൊന്ന് കറക്കിയെടുക്കുകയാണ്. ചൂടോടുകൂടി തന്നെയാണ് ഞാൻ ഇതുപോലെ കറക്കിയെടുക്കുന്നത്. പക്ഷെ പെട്ടെന്ന് തന്നെ മാവ് നമുക്ക് ഇതുപോലെ ചുറ്റിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ ആവിയേറ്റാൻ വെച്ച പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അടപ്പുകൊണ്ട് ഇതങ്ങ് മൂടിക്കൊടുക്കും. ഇനി ഞാൻ ഇതുപോലെ തന്നെ മറ്റൊരു ഫോയിൽ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ തന്നെ ഓയിൽ ഒഴിച്ച് ഓയിൽ നന്നായിട്ടൊന്ന് തടവിയ ശേഷം ഇതിലേക്ക് പാകത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കും. ഈ തേങ്ങ ഇട്ട ശേഷം വീണ്ടും ഇതുപോലെ തന്നെ ഇടിയപ്പം അച്ചിൽ വെച്ചിട്ട് ഞാനിതുപോലെ കറക്കി വെച്ചേക്കും. അപ്പം മറ്റേത് റെഡിയാവുന്ന സമയം അത് പുറത്തെടുത്തിട്ട് ഇത് തട്ടിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പം എളുപ്പം തന്നെ നമുക്ക് ഇടിയപ്പം തയ്യാറാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഞാൻ കഞ്ഞിക്ക് അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങയും മഞ്ഞൾപ്പൊടിയും ചെറിയ ജീരകവും ഇഞ്ചിയും കൂടി കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഇത് ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കും. ഇവിടെ നോമ്പായി കഴിഞ്ഞാൽ കഞ്ഞി മസ്റ്റായിട്ട് ഞാൻ ഉണ്ടാക്കും. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടേ ഇത് അരച്ചെടുക്കത്തുള്ളൂ കേട്ടോ. നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കഞ്ഞി ഇവിടെ നന്നായിട്ട് കള വരുന്നുണ്ട്. അപ്പം ഇടിയപ്പച്ചെമ്പിൽ ഞാൻ പതുക്കെ ഒന്ന് മാറ്റി വെച്ചു. ഇടിയപ്പം ഇവിടെ ആദ്യം വെച്ച തട്ട് റെഡിയായിട്ടുണ്ട്. ഒരു 3-4 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് റെഡിയാവും. കാരണം ഇത് നല്ല പരത്തി വെച്ചിരിക്കുന്ന കാരണം പെട്ടെന്ന് തന്നെ ആവിയേറി കിട്ടും. ഇതുപോലെ ഫോയിൽ മാറ്റിയിട്ട് അടുത്ത ഫോയിൽ കറക്കി വെച്ച് ഇടിയപ്പം എടുത്ത് വെച്ച് മൂടി വെച്ച് വീണ്ടും വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയായി കിട്ടും. പിന്നെ ഞാൻ ആട്ടിയ മാവ് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കുകയാണ്. ഇനി ഇതിലേക്കുള്ള അരിയും കൂടി ചേർത്ത് ഒന്ന് വെള്ളം ഒഴിച്ച് ആട്ടിയെടുക്കാം. ഈ സമയത്ത് ഞാൻ ആട്ടി വെച്ചാൽ മാത്രമേ ഇടയത്താഴത്തിന് ഇത് പാകത്തിന് പൊങ്ങി വരത്തുള്ളൂ. അതുകൊണ്ടാണ് ധൃതിയിൽ അത് ചെയ്യുന്നത്. ഇടിയപ്പം ഞാൻ ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതടച്ച് മാറ്റി വെക്കും. കഞ്ഞിക്കുള്ള ഉപ്പ് ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു, അതിപ്പോൾ ഇട്ട് കൊടുക്കും. അരപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി 1-2 പ്രാവശ്യം ഇതൊന്ന് തിളച്ച് കഴിയുമ്പോഴേക്ക് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കും. അപ്പം അരിയും ആട്ടിയത് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതും മാറ്റി വെച്ചു.
പിന്നെ നോമ്പ് തുറയ്ക്കുള്ള ഫ്രൂട്ട്സ് ഞാൻ ഒന്നും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അതെടുത്തിട്ട് വന്നിട്ട് അതും കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പം മണി കറക്റ്റ് 6:35 പോകുന്നു. എല്ലാം റെഡിയായി. ഇതിനിടയിൽ ഞാൻ നാരങ്ങ വെള്ളം ഉണ്ടാക്കി, അതും എടുത്തു വെച്ചു. ഇടിയപ്പം നമ്മളിപ്പം കഴിക്കത്തില്ല. തറാവീഹ് നിസ്കാരം കഴിഞ്ഞ് വന്ന ശേഷം മാത്രമേ ഇവർ പലഹാരം കഴിക്കത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ നോമ്പ് തുറ.